പിന്നെ നിന്റെ കണ്ണേട്ടാ വിളി എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇനി അത് മാറ്റാൻ നിൽക്കണ്ട. അതും പറഞ്ഞ് രണ്ട് കണ്ണും അടച്ച് കാണിച്ച് ബൈക്ക് എടുക്കാൻ അവൻ പോയപ്പോൾ ഇത് എന്തിൻ്റെ കുഞ്ഞാ എന്ന രീതിയിൽ അവിടെ കണ്ണും തള്ളി നിന്നു അവൾ. പക്ഷേ അവരെ തന്നെ നോക്കി നിന്ന ആയുഷിൻ്റെ മുഖത്തപ്പോൾ സിദ്ധുവിനോട് പുച്ഛമായിരുന്നു. കല്യാണക്കാര്യം സമ്മതമല്ല എന്ന് പറഞ്ഞതിൽ പിന്നെ ആരു സാക്ഷിയോട് മൗനവ്രതമാണ്. സാക്ഷി എത്ര സംസാരിക്കാൻ നോക്കിയിട്ടും ആരു ഒഴിഞ്ഞു മാറും. എന്താ ആരു ഇത്? എന്താ നിന്റെ പ്രശ്നം? എത്ര ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ പുറകിൽ നടക്കുന്നു. നിനക്ക് എന്താ എന്നെയൊന്ന് മനസ്സിലാക്കിയാൽ? ഞാനിനി എന്താ സാക്ഷി മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ 2 വർഷം കൊണ്ട് നീയാണ് ആ മനുഷ്യൻ്റെ പുറകിൽ നടന്നത്. എന്നിട്ടിപ്പോൾ നിനക്ക് സമ്മതമല്ല പോലും. നിനക്ക് സമ്മതമല്ല എങ്കിൽ എൻ്റെ ചേട്ടനെ നീ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ വ്യക്തമായ കാരണം എനിക്കറിയണം. അതോ ഇനി അപ്പുവേട്ടൻ പറഞ്ഞതുപോലെ നിനക്ക് സിദ്ധാർത്ഥുമായി? ബാക്കി പറയാതെ തൻ്റെ മുഖത്തേക്ക് നോക്കിയ ആരുവിനെ കണ്ട് സാക്ഷിയൊന്ന് ചിരിച്ചു. കൂടെ നടന്നിട്ടും തന്നെ ഒന്ന് മനസ്സിലാക്കാത്തതിൻ്റെ വിഷമമായിരുന്നു ആ ചിരിയിൽ. എന്താ ആരു നീ നിർത്തിക്കളഞ്ഞത്? ബാക്കി കൂടി പറ. സിദ്ധാർത്ഥായി എന്ത് കാര്യമാണ് നിന്റെ ചേട്ടൻ കണ്ടുപിടിച്ചത്? അത് പിന്നെ ചേട്ടൻ പറഞ്ഞല്ലോ നീയും സിദ്ധാർത്ഥ ചേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന്. ഓ, അപ്പോൾ നിന്റെ ചേട്ടൻ അവിടെ വരെ ആയോ? എങ്കിൽ നീ കേട്ടോ, എനിക്ക് കണ്ണേട്ടനെയാണ് ഇഷ്ടം. ഒരു സംശയരോഗിയായ നിന്റെ ചേട്ടൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ കൂടെ പോകുന്നതാണ്. സത്യം പറയട്ടെ ആരു, നിന്റെ ചേട്ടനെക്കുറിച്ചോർത്ത് എനിക്ക് വെറും സഹതാപമാണ്. മനസ്സിൽ സ്വന്തമായി എന്തൊക്കെയോ കുറെ ചിന്തിച്ചു കൂട്ടി വെച്ചിട്ട് അതാണ് സത്യമെന്ന് കാണിക്കാനുള്ള അയാളുടെ ഈ ആത്മാർത്ഥതയുണ്ടല്ലോ, അതിനോടെനിക്ക് പുച്ഛം മാത്രം. സംശയരോഗം കൂടുതലാണെങ്കിൽ വല്ല മാനസികാശുപത്രിയിൽ കൊണ്ടുപോയി ഇടണം. അല്ലാതെ ബാക്കി പറയാൻ സമ്മതിക്കുന്നതിന് മുൻപ് ആരുവിൻ്റെ കൈ സാക്ഷിയുടെ കവിളിൽ പതിഞ്ഞു. മതി സാക്ഷി, ഇനി വേണ്ട. നീ നിനക്ക് പറയാനുള്ളത് പറഞ്ഞു. അതിന് ഇനി പറഞ്ഞ് എൻ്റെ ചേട്ടനെ നീ ഒരു ഭ്രാന്തനാക്കണ്ട. ഇതുപോലെയൊരു ചേട്ടൻ നിനക്കുമുണ്ടല്ലോ. അയാളെ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. എന്ത് വിശ്വാസത്തിലാ കല്യാണം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിലേക്ക് കയറി വരേണ്ടത്? ഇന്ന് എൻ്റെ ഏട്ടനെ വേണ്ട എന്ന് വെച്ച നീ നാളെ നിന്റെ പുതിയ കാമുകനെയും വേണ്ട എന്ന് വെച്ചിട്ട് അടുത്ത ആളെ തിരക്കി പോകും. നിന്നേക്കാൾ നല്ല പെണ്ണിനെ തന്നെ എൻ്റെ ചേട്ടന് കിട്ടും. സ്വഭാവവും കുടുംബവും എല്ലാം നിന്നേക്കാൾ മികച്ചത്. ഒരേ പന്തലിൽ ഞങ്ങളുടെ കല്യാണവും നടക്കും. നീ കാത്തിരുന്നു. ഈ നിമിഷം മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നീ എൻ്റെ ആരുമല്ല, ആരും. എല്ലാവരും തന്നെ അവഗണിക്കുന്നത് പോലെയാണ് ആ വീട്ടിൽ നിൽക്കുമ്പോൾ സാക്ഷിക്ക് തോന്നിയത്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏകാന്തത. ചേട്ടൻ പോലും തന്നെ അകറ്റുന്നു. ഏതു നേരവും കുഞ്ഞി എന്ന് വിളിക്കുന്ന ആള് ഇപ്പോൾ സാക്ഷി എന്നല്ലാതെ വേറെയൊന്നും തന്നെ വിളിക്കാറില്ല. അമ്മ പിന്നെ ഇങ്ങനെയൊരാൾ ആ വീട്ടിൽ ഉണ്ട് എന്ന പരിഗണന പോലും തരാറില്ല. അച്ഛൻ മാത്രമാണ് പിന്നെയും ഒരു ആശ്വാസം. ഇതിനിടയിൽ സാക്ഷി സിദ്ധുവുമായി നല്ല ഒരു സൗഹൃദമുണ്ടാക്കിയെടുത്തു. ഇപ്പോൾ അവൻ്റെ ഓരോ തമാശയും മോട്ടിവേഷനുമൊക്കെയാണ് അവളെ നോർമലായി പിടിച്ചു നിർത്തുന്നത്. പിന്നെ എന്തിനും കൂടെ സപ്പോർട്ടായി സ്നേഹയും. സിദ്ധുവുമായി സംസാരിച്ച് അവൾക്കിപ്പോൾ അർജുവും അച്ഛനും സ്വന്തം ചേട്ടന്മാരെ പോലെയായി. സിദ്ധു, അച്ചു, അർജു, സാക്ഷി, സ്നേഹ, ഇവർ ഇത്ര പേരും ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. കുങ്ഫു പാണ്ടാസ്. എല്ലാവർക്കും സിദ്ധാർത്ഥ്, സിദ്ധുവും സിദ്ധുവേട്ടനുമൊക്കെ ആയപ്പോൾ സാക്ഷിക്ക് അവൻ കണ്ണേട്ടനായി. സിദ്ധു പറഞ്ഞു അവൻ്റെ അനിയനെയും അവൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഒരിക്കൽ പോലും അച്ഛനെയും അമ്മയെയും കുറിച്ച് അവൾ അവനോട് ചോദിക്കാൻ നിന്നില്ല. എന്നായാലും അവൻ ഇങ്ങോട്ട് പറയട്ടെ എന്ന് അവളും കരുതി. പതിവ് പോലെ ഒരു ദിവസം രാത്രിയിലുള്ള ആഹാരം കഴിക്കുകയായിരുന്നു സച്ചിയും കുടുംബവും. പണ്ടത്തെ പോലെ കളിയും ചിരിയും ഒന്നുമില്ല എന്നത് അവളിൽ ഒരുപാട് വിഷമമുണ്ടാക്കി. പക്ഷേ ഇത് ഇനിയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അച്ഛാ. എന്താ മോളെ? എന്തിനാ അച്ഛാ എല്ലാവരും എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അമ്മ എന്നോടൊന്ന് സംസാരിക്കാൻ പോലും നിൽക്കാറില്ല. പണ്ട് ഏതു നേരവും എൻ്റെ ഏട്ടന് അവൻ്റെ കുഞ്ഞിയെ വേണമായിരുന്നു. ഇപ്പോൾ തമാശയ്ക്ക് പോലും ഏട്ടനെന്നെ കുഞ്ഞിയെന്ന് വിളിക്കാറില്ല. ഇതിനും വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് അച്ഛാ ചെയ്തത്? അവസാനമായപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. സ്വന്തം മോളുടെ അവസ്ഥ കണ്ട് ആ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞെങ്കിലും മുന്നിലിരുന്ന പ്ലേറ്റ് തട്ടിത്തെറിപ്പിച്ചാണ് ദീക്ഷിത് അവൻ്റെ ദേഷ്യം പ്രകടമാക്കിയത്. ഒന്നും അറിയാത്തതുപോലെ നല്ല പിള്ള ചമയാൻ നോക്കലേ സാക്ഷി നീ.
നീ കോളേജിൽ കാണിക്കുന്ന കലാപരിപാടിയൊക്കെ ഞങ്ങൾ കണ്ണു നിറയെ കണ്ടു. നീ എന്താ പറഞ്ഞത്? ആയുഷിൻ്റെ സ്വഭാവം കൊള്ളില്ല, അവന് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയില്ല, നിന്നോട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്നൊക്കെയല്ലേ? സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാനുള്ള എന്ത് അർഹതയാണടി നിനക്കുള്ളത്? അപ്പു ഞങ്ങൾക്ക് അയച്ചു തന്നു പൊന്നുമോളുടെ വീഡിയോ. ഏതോ ഒരുത്തൻ്റെ കണ്ണിൽ വീണ പൊടി ഊതി കളയുന്നതും അവനെ കെട്ടിപ്പിടിച്ച് സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നതുമൊക്കെ. ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാനാണോ നിന്നെ ഞങ്ങൾ കോളേജിൽ വിടുന്നത്? ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇനി വേണമെങ്കിൽ വീട്ടിൽ നിർത്തി മാനസിക പീഡനം നടത്തിയെന്നും പറഞ്ഞ് നീ കൊണ്ടുപോയി കേസ് കൊടുക്കും. ആരും ആ ക്ലാസ്സിലുണ്ടോ എന്ന് പോലും നീ ഇപ്പോൾ തിരക്കാറുണ്ടോ സാക്ഷി? ഒരു പാത്രത്തിലുണ്ട്, ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരുത്തനെ കിട്ടിയപ്പോൾ നിനക്ക് ഞങ്ങളെയൊന്നും വേണ്ട അല്ലേ? നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ, പക്ഷേ ഞങ്ങൾ അതിന് കൂട്ടുനിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട. എന്ത് നന്നായിട്ടാണ് അയാൾ തൻ്റെ കുടുംബത്തെ പോലും തന്നിൽ നിന്നും അകറ്റിയത്. അതാലോചിക്കുമ്പോൾ അവൾക്ക് ചങ്ക് പൊട്ടുന്നത് പോലെ തോന്നി. എന്നും തന്നെ മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ച ഏട്ടൻ പോലും. ഏട്ടൻ ഇപ്പോൾ ആരു പറയുന്നതാണ് വിശ്വാസം? എത്ര ആട്ടി അകറ്റിയിട്ടും വീണ്ടും വീണ്ടും താൻ അവളുടെ പുറകിൽ നടന്നത് എന്തേ അവൾ പറഞ്ഞില്ല? അല്ലെങ്കിൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ സ്വന്തം ഏട്ടൻ കൂടി പുതിയ പേര് ചാർത്തി തന്നു, അഴിഞ്ഞാട്ടക്കാരി. വീണ്ടും അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ അവൾക്ക് തോന്നിയില്ല. മുകളിലേക്ക് കയറുമ്പോൾ ഇത്രമാത്രം പറഞ്ഞു: 2 ദിവസം കഴിയുമ്പോൾ കോളേജിൽ ആർട്സ് ഡേ ആണ്. എൻ്റെ ഡാൻസ് ഉണ്ട് വൈകിട്ട്. എപ്പോഴത്തെയും പോലെ അച്ഛനും അമ്മയും ചേട്ടനും അവിടെ കാണണം. ഇനി വരില്ല എന്നാണെങ്കിൽ പിന്നെ ഈ സാക്ഷിയെ ജീവനോടെ ആരും കാണില്ല. എല്ലാ വിഷമങ്ങളും തൻ്റെ തലയണയിൽ ഒഴുക്കിക്കളയുമ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അറിയാതെ തന്നെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കണ്ണേട്ടൻ കാളിംഗ്. ഹലോ. നീ ഉറങ്ങിയോ? ഇല്ല. നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത് സച്ചു? ഓഹ്, ഒന്നുമില്ല ഏട്ടാ. ശബ്ദം ഇടരാതിരിക്കാൻ പരമാവധി അവൾ ശ്രമിച്ചു. എങ്കിലും അവസാനം അത് ഒരു പൊട്ടിക്കരച്ചിലായി. സച്ചു, നീ ഇങ്ങനെ കരയാതെ കാര്യം പറ പെണ്ണേ. എന്താ പറ്റിയത്? കോളേജിൽ വെച്ച് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. വീട്ടിൽ എന്താ നടന്നത് എന്ന് ചുരുക്കി അവനോട് പറഞ്ഞിട്ടും അവളുടെ കരച്ചിൽ മാത്രം ഒരു കുറവുമില്ല. മതി സച്ചു നീ കരഞ്ഞത്. സത്യം എന്നായാലും ഒരു ദിവസം പുറത്തു വരും. അന്ന് നിന്നെ അപമാനിച്ചവർ നിന്നെ ചേർത്ത് പിടിക്കാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും. നീ തെറ്റ് ചെയ്യാത്ത കാലത്തോളം നീ ആരെയാണ് പേടിക്കുന്നത്? തല ഉയർത്തി തന്നെ നിൽക്കണം. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. എങ്കിൽ എൻ്റെ മോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇവിടെ വിച്ചുവിന് ചെറിയ പനി. ഞാനവന് ചുക്കുകാപ്പി ഇട്ട് കൊടുക്കട്ടെ. അയ്യോ, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ ഏട്ടാ? ഓ പിന്നെ, ഒരു കുഞ്ഞൻ. നീയും അവനും തമ്മിൽ ആകെ 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്നിട്ട് കുഞ്ഞു പോലും. ഒന്ന് പോടി. അസൂയ ഒട്ടുമില്ല അല്ലേ? ഇല്ല. ഫോൺ വെച്ചിട്ട് പോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കണേട്ടാ. കോളേജിൽ പതിവ് പോലെ ഉച്ചയ്ക്ക് സിദ്ധുവും ഗ്യാങ്ങും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധുവിന് ഒരു ഫോൺ വരുന്നത്. അതെടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ അവൻ്റെ മുഖം മാറിയത് കണ്ട് അവിടെയുള്ളവർക്ക് എന്തോ പ്രശ്നമുണ്ടേന്ന് മനസ്സിലായി. അർജു, ഡാ എൻ്റെ വിച്ചു. എന്താടാ വിച്ചുവിന്? അവന് പനി കൂടി ഹോസ്പിറ്റലാണെന്ന്. സ്കൂളിൽ നിന്നും ക്ലാസ് ടീച്ചറാണിപ്പോൾ വിളിച്ചത്. നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ വാ സിദ്ധു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഏത് ഹോസ്പിറ്റലാണെന്നാ പറഞ്ഞേ? സിറ്റി ഹോസ്പിറ്റൽ. നീ വാ. സിദ്ധു വണ്ടിയെടുക്കാൻ പോയപ്പോഴാണ് സാക്ഷി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. ഞാനും വരട്ടെ കണ്ണേട്ടാ. വൈകിട്ട് കോളേജ് വിടുന്ന സമയത്ത് തിരിച്ചു പോകാം പ്ലീസ്. എന്തുകൊണ്ടോ അവളുടെ ചോദ്യം നിരസിക്കാൻ അവനും തോന്നിയില്ല. വാ, വന്ന് കയറ്. അതും പറഞ്ഞ് ഒന്നും മിണ്ടാതെ സിദ്ധു അവൻ്റെ ബുള്ളറ്റ് എടുത്തപ്പോൾ സാക്ഷി അവൻ്റെ പുറകിൽ കയറി അവനോട് ചേർന്നിരുന്നു.